എന്താണ് ഇന്ന് നേരത്തെ ആണല്ലോ? നിനക്ക് ആ ബ്ലാക്ക് ഷോൾ ഒന്ന് മാറ്റിക്കൂടെ? എപ്പോഴും തന്നെയാണല്ലോ. ഞാനും പറ്റിന്ന് നിങ്ങളെ കൂടാ. എന്താണ് മനു ഇന്ന് ഫ്രീക്കിലാണല്ല? ഇന്നലെ പൊക്കിയാണ്. എങ്ങനെയുണ്ട്? പൊളിയല്ലേ? കണ്ടറിയ ചാത്തനാന്ന്. എടുത്ത് മാറ്റടാ. നിങ്ങളെയൊക്കെ കൊണ്ട് മാറ്റിക്കല്ലടാ. എന്ത് ബോറാണ്ട, എടുത്ത് മാറ്റടൊന്ന്. സന്ദീപേ, നിനക്ക് കുശുമ്പാണ്. വേറൊന്നല്ല, കൂട്ടത്തിൽ എനിക്കാണല്ലോ കുറച്ച് ലുക്ക്. അതിന്റെയാണ്. ഞാൻ കുറച്ച് ബ്യൂട്ടി ടിപ്സ് ഒക്കെ നിങ്ങൾക്ക് അങ്ങോട്ട് പറഞ്ഞുതരാം. നിങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്യ്. അയ്യേ വന്നടാ. എന്താണ്ടോ നമുക്ക് നീ ആരെ കാണിക്കാൻ ഡീസന്റ് ആവണത്? എടാ എനിക്കവളെ ഇഷ്ടാടാ. എടാ എന്തായി കിട്ടിയ? ഈ മനുവിനൊരു കാര്യപ്പിച്ച് അറിയാലോ. ഫുൾ ഡീറ്റെയിൽസ് കിട്ടിയിട്ടുണ്ട്. നീ പറ, അവളെ പേരെന്താ? പേരഞ്ജലി. സിംഗിളാണ്. SK നഗറിൽ 2 നില വീട്. വീട്ടിൽ അച്ഛൻ, അമ്മ, പിന്നെ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു അനിയത്തി. പിന്നെ ഇൻസ്റ്റ ID അഞ്ജലി അഞ്ജു. പിന്നെ മെയിൻ ഹൈലൈറ്റ് മറ്റവനില്ല. മറ്റവനാ? ആടാ ബെസ്റ്റി. എന്തായാലും നന്നായി. അല്ലെ രണ്ടുപേരും ഓരോ കണ്ടു. അപ്പൊ എങ്ങനാ, നാളെ സംസാരിക്കല്ലേ? അതാ ഒരു ടെൻഷൻ. നീ ഇങ്ങനെ നിക്കാണ്ട് പോയി സംസാരിക്ക്. ഇല്ലെങ്കിൽ ആരെങ്കിലും കൊത്തിക്കൊണ്ടോട്ട് ലാസ്റ്റ് സോമനാവൂട്ടാ. ഇല്ല, ഞാൻ സംസാരിക്കും. നാളെ ആവട്ടെ, ബെസ്റ്റ് ഉപയോഗിച്ച് കാണാം. ശരി. എവിടെ ഇരുന്നടാ? ബസ് പോയി. അവളും എണീറ്റപ്പാ ലേറ്റാടാ. അതാ നന്നായി. മോനെ ഇക്കാര്യത്തിലെ കുറച്ച് കൃത്യനിഷ്ഠുണ്ട്. നീ എന്നെ കണ്ടില്ലേ? ശരിയാണ്. പെണ്ണൊഴിച്ചില് ഇവനെ കഴിഞ്ഞിട്ടുള്ളൂ ബാക്കി ആരും. പറഞ്ഞ കാര്യമാണ്. അമ്മ സന്ദീപില്ലേ? മോനെ അവനകത്തിരുന്ന് പഠിക്കണുണ്ട്. ഞാൻ ചെല്ലട്ടേട്ടാ. എടി, നമുക്ക് നാളെ ഒരു കിസ് അടിച്ചാലോ? ഹേയ്, സീനൊന്നുമില്ല. നിന്റെ സന്ദീപ് വീട്ടിനല്ലേ ഉള്ളത്? ചക്കരേ. നീ ഇവിടെ ഫോണിൽ ചൂണ്ടും കടിച്ചോണ്ടിരുന്നോ? നീ എന്തിനിപ്പ ഇങ്ങോട്ടേക്ക് വന്ന്? നിനക്കൊല്ല കിടന്നാ പോരെ? ഉറങ്ങാൻ പറ്റല്ലടാ. അതെന്താണ്, നീ നേരത്തെ കിടന്നാ? എനിക്കവളെ കാണാൻ തോന്നുന്നു. ഉറങ്ങാനൊന്നും പറ്റുള്ള എന്തൊരു ഫീല്. അവളെ കണ്ടതിനൊരു സമാധാനം കിട്ടിയാനേ.
എല്ലാവരുടെ കേസും ഇതേപോലെ തന്നെയാണ്. നീയില്ലേ നന്നായിട്ട് കിടന്നുറങ്ങിയാ മതി, എല്ലാം സെറ്റാവും. നീ എന്തായാലും വന്നല്ലേ, വാ നീ എൻ്റെ കൂടെ കിടക്ക്. ആ എന്നിട്ട് വേണം നീലാന്ന് വിളിച്ചത് നീ എൻ്റെ ചുണ്ട് അടിച്ചോടിക്കാൻ. നമുക്കവളെ വീട്ടിൽ പോയാലോ? വീട്ടിലാ? ഈ രാത്രിയാ? ഒന്ന് പോയേടാ, ആൾക്കാരൊക്കെ കണ്ട സീനാവും. എൻ്റെ നീല് പറഞ്ഞ എൻ്റെ ജീവിതം പോവും. നിന്റെ നീലൊന്നും അറിയാൻ പോലുള്ള. നിനക്ക് നാളെ വല്ല ബസ് സ്റ്റോപ്പിൽ നിന്ന് കണ്ടാ പോരെ? അവിടെ 2 ദിവസം ക്ലാസ് ഒന്നും ഇല്ലാത്തതാണ്, കാണാനൊന്നും പറ്റൂല. എടാ ഇന്നും പറഞ്ഞ ഈ പാതിരാക്ക് വീട്ടിൽ കയറിച്ചല്ലോ. നിനക്ക് വരാൻ പറ്റുമോ? നീ വന്നില്ല ഞാൻ എന്തായാലും പോവും. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ആ മനുവിനെയും കൂടി വിളിക്കാം. ആ മനു, ഇത് ലാസ്റ്റാണ്. കുറച്ചും കൂടെ ഒന്ന് താത്താൻ പറ്റുമോ? പറ്റില്ല, അതെ അമ്മ വിളിക്കണു. അങ്ങനെ പറയല, എന്റെ വാവച്ചില് കുറച്ചും കൂടെ. കോപ്പ് സന്ദീപേ, നീ സമ്മതിക്കൂലേ? ഒരു 5 മിനിറ്റ് ഇപ്പോരാ പോയാ കോപ്പ്. ഈ വീടിന്റെ ഫ്രണ്ടിൽ വന്ന് വെറുതെക്കാണ് നിങ്ങൾക്ക് എന്നെ അവിടുന്ന് വിളിച്ചെടുത്തിയത്. ഞാൻ എന്റെ ശില്പനെ കൂടാ. ശില്പേ അതേത്? അപ്പൊ നീ സൂറാനെ വിട്ടാ? ആ അതൊക്കെ പോയി. ഇവനീ എന്താണ് മോനെ നിന്റെ പ്ലാൻ? നീയും ബോളി കളിക്കാനാണോ? എന്തേ റൊമാൻറ്റിക്കല്ലേ? ആ നല്ല വട്ട്. ഒന്ന് പോയേടാ. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? അവളെ റൂം പൊക്കത്താണെങ്കിലാ ടെറസിൽ നിന്ന് തൂങ്ങണ്ട വരും. അവളുടെ റൂം പൊക്കത്താന്ന് നിനക്ക് എങ്ങനെ അറിയാം? എടാ, പെമ്മക്കളുള്ള എല്ലാ വീട്ടിലും അങ്ങനെയാണ്. അച്ഛനമ്മമാരടിയിലും പെമ്മക്കള് പൊക്കത്തും. ഇതൊക്കെ നിനക്ക് എങ്ങനെ അറിയാടാ മനു? എക്സ്പീരിയൻസ്ഡാ. എടാ ദിലൈറ്റ് അവളായിരിക്കും. അവള് നിന്നെയും കാത്ത അവിടെ ഇരിക്കണേനല്ല. ആ ലൈറ്റ് ഓഫ് ആയി. ആ കൊച്ചു വലി ഇച്ചിച്ചി മുള്ളാൻ പോയിരിക്കും. നീ ഒന്നും മിണ്ടാടിക്കും മനു, അവളെ കാണാൻ വല്ല വഴി ഉണ്ടാവും നോക്ക്. എടാ പട്ടിണ നോക്കണോട്ടാ. എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ വെച്ചിട്ട് ഈ വീട്ടിൽ പട്ടിയില്ല. എടാ അവൻ എവിടെയുണ്ടാ? ആരെങ്കിലൊക്കെ കണ്ടാ നല്ല ഇടിയിട്ടും. എടാ മനു എന്താ പ്രശ്നം? പട്ടിണ്ടാ, ഓടിക്കോ. എനിക്ക് അപ്പോഴേ അറിയായിരുന്നു 3 വരെ മൂഞ്ചൂന്ന്. സാരടാ പോട്ടെ, നമുക്ക് നാളെ കാണാം. നാളെയാ? നാളെ സ്കൂളില്ല. നാളെ സ്കൂളിലില്ലാത്ത ട്യൂഷൻ ഉണ്ടല്ലോ. നാളെ ഞാൻ എന്തായാലും പറയും. ഇന്നലത്തെ പോലെ ആവോ മൂഞ്ചോ? അവളിവിടെ തന്നെയാണാ പഠിക്കണത്? എനിക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ ഒന്നും തെറ്റാറില്ല. അത് ഇന്നലെ പട്ടി ഓടിച്ചിട്ടപ്പോ മനസ്സിലായി. രണ്ടുപേരും നിർത്തുവോ? മനസ്സിനോട് ടെൻഷൻ അടിച്ചിരിക്കാനാണ്. മോനെ എന്നാ നീ ഒന്നുകൂടെ ടെൻഷൻ അടിച്ചോ, അവള് വരുന്നുണ്ട്. ചിക്കാരിക്കൂ? എന്റെ അറിവിൽ ചിക്കില്ല, പക്ഷെ അവളുടെ സന്തോഷമൊക്കെ കണ്ടിട്ട് ചിക്കാണെന്നാണ് തോന്നണത്. ചെക്കൻ സെന്റിയാണല്ലോ. എനിക്കവളോട് പറയണം ഇഷ്ടമാണെന്ന്.
എടാ നിനക്ക് വട്ടാണാ, അവള് കമ്മിറ്റഡ് ആണ്. അതെ, നീ അവനെ നോക്കിയേ, ദുൽഖറ. നീയാ വെറുതെ നാണം കിടണ്ടാട്ടാ. വിട്ടുകളാ. എന്താ ചെക്കൻ സെന്റിയാണല്ലോ. അതൊരെണ്ണം പോയി എന്തിയാണ്, 1-2 പോയി കഴിയുമ്പോ ശരിയായിക്കോളും. എന്നെ കണ്ടാല്. ചേച്ചി ദീപു, എന്നെ തന്നെ വിളിച്ചേ. തൻ്റെ പേരില്ലേ ദീപുന്ന്? എൻ്റെ പേരെങ്ങനെ അറിയാം? അതൊക്കെ എനിക്കറിയാം. ഇന്നലെ എൻ്റെ ട്യൂഷൻ ക്ലാസ്സിൻ്റെ അവിടെ കിടന്ന് കറങ്ങണുണ്ടായിരുന്നല്ലേ? കണ്ടായിരുന്നു. ഞാനെല്ലാം കാണാറുണ്ട്, താനെല്ലാം കാണാത്തെ. അപ്പൊ ശരി, നാളെ കാണാം. എന്താണല്ലേ എന്തൊക്കെയാ ഇവിടെ നടക്കണ? ഒരു പ്രപ്പോസൽ ഞാൻ ചെക്കനെങ്ങനെ പെണ്ണ് സെറ്റായി. ഇതിങ്ങനെ തന്നെ നടക്കുള്ളൂ എന്ന് എനിക്ക് നേരത്തെ അറിയായിരുന്നു. എങ്ങനാ? അന്ന് നമ്മളെ വീട്ടിൽ പോയില്ലേ, അപ്പൊ ഒരു സംഭവം ഉണ്ടായി. എനിക്കൊരു കാര്യം പറയാനുണ്ട്. നീ ഞാൻ പറയുന്നത് കേട്ടിട്ട് ഉറങ്ങിയാ മതി. ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാല്, എനിക്കവനെ ആദ്യം കണ്ടപ്പോ തന്നെ ഇഷ്ടായി. അങ്ങനല്ല, ഈ വയറ്റില് ബട്ടർഫ്ലൈ വരാന്നൊക്കെ പറയില്ലേ, ആ സാധനം. പേരൊക്കെ എനിക്കറിയാം, ദീപു എന്നാ പേര്. അപ്പൊ നിനക്ക് നേരത്തെ പറയായിരുന്നില്ലേ? പോടൊന്ന്, അവൾക്ക് ഇഷ്ടാന്ന് ഞാൻ പറഞ്ഞിട്ടല്ല അവൻ അറിയണ്ട്.